ഇപ്പോൾ RDXലാണെങ്കിലും സോഫിയ ചേച്ചി ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളുടെ ഒരു പവർ ഉണ്ടല്ലോ, അത് കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇനി എന്ത് പറഞ്ഞാലും മെയിൽ ഡോമിനേറ്റഡ് ആയ ഒരു ഇൻഡസ്ട്രി തന്നെ ആയിരിക്കും. കാരണം മെജോറിറ്റി മെയിലാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു സ്ത്രീ ഇത്രയും എടുക്കുന്ന സിനിമകളൊക്കെ, ടച്ച് വുഡ് എടുക്കുന്ന സിനിമകളൊക്കെ ഇത്രയും സക്സസ്ഫുള്ളി കൊണ്ടുപോകാന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല, അതായത് സ്ക്രിപ്റ്റ് സെലക്ഷനുള്ളതും അവരുടെ എക്സിക്യൂഷനും അവരെങ്ങനെ കാര്യം ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും പിന്നെ അവരുടെ വിൽ പവറും, ഇത്രയും എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടാണ് അത് വരുന്നത്. അപ്പം ചെറിയൊരു കാര്യമല്ല ഇത്രയും വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക, 3 ഹീറോസിനെ വെച്ച് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാൻഡ്ര ചേച്ചി ചെയ്യുന്നതും. എനിക്ക് ഭാഗ്യം കൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന 2 സിനിമ, അതായത് ഇപ്പം RDX ആയാലും ഇപ്പോൾ ചെയ്യുന്ന ലിറ്റിൽ ഹാർട്ട്സ് ആയാലും 2 ലേഡി പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്.